നമസ്തേ, ഇത് വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ഓക്കെ, ചെക്ക് ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് ഇത് ആ ഒരു വ്യക്തി ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടം, ലൈക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങളെക്കുറിച്ചില്ല നിങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓട്ടോ എന്തായാലും ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് 24/7 നിങ്ങൾ തന്നെയാണ്. ഇവർ നിങ്ങളെക്കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ഇവരുടെ മൈൻഡ് അനുവദിക്കുന്നില്ല ലോജിക്കുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇവരുടെ മൈൻഡ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കണ്ടിന്യൂസ്ലി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവർ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ട്. മെർക്കുറി എനർജീസാണ്. മെർക്കുറി പ്ലാനറ്റ് കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്ന എനർജീസാണ്. കമ്മ്യൂണിക്കേഷനെയാണ് മെർക്കുറി കാണിക്കുന്നുള്ളത്. ഐ തിങ്ക് ആരൊക്കെയോ ഇവിടെ എന്തോ പറയാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈക്വൽ ഗിവൻ്റേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അല്ല ആ ഒരു വ്യക്തിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാറാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു. വോട്ടെവർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ഒരു ഈക്വൽ ഗിവൻ്റേക്ക് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടുമാണ് ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, അവർ എനർജീസ് എനിക്ക് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഈ ഒരു ടൈമിൽ ആൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ എഫക്റ്റ് വോട്ടെവർ, മേ ബി അത് ഒരു പ്രെയർ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെൽ വർക്കുകളാവാം, എല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ് അല്ലേ. അപ്പോൾ അത് ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം എനർജീസ് മൈൻഡ് ലോജിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും കുറേയൊക്കെ എന്താ പറയുക, റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യണ്ട, മറ്റുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാം നാളെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല. കംപ്ലീറ്റ് ടൈം നിങ്ങളെക്കുറിച്ചിട്ടുള്ള തോട്ട്സുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, മൈൻഡിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ ആ ഒരു എനർജീസ് അല്ല നിങ്ങളെ മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് ആൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു തോട്ട്സിനെ അല്ല, നിങ്ങളുടെ ആ ഒരു എനർജീനെ മൈൻഡിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. മാക്സിമം ചിന്തിക്കും, ലൈക്ക് ഗോയിങ് വിത്ത് ദി ഫ്ലോയിൽ പോവാം, അതായിരിക്കും നല്ലത്. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയല്ലേ എന്നുള്ളൊരു എനർജിയിൽ ചിന്തിക്കും. പിന്നെ ആൾ നിങ്ങളെക്കുറിച്ചിട്ട് ചില ടൈമിൽ ആൾ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് ആളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും കണക്റ്റ് ആവണം എന്നുള്ളൊരു തോട്ട്സ് അത് വീണ്ടും വരും, വീണ്ടും കണക്റ്റ് ആവണം. ഇവർ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെ അല്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇപ്പോൾ ഈ ഒരു വ്യക്തി മെസ്സേജ് അയക്കല്ല, കോൾ ചെയ്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു എന്താ പറയുക ചിന്തയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. സോ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലോ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഇവർ കോൾ ചെയ്താലും മെസ്സേജ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, കപ്പ് ഓഫ് ലവ് അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. കുറച്ച് പേരൊക്കെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഈ റീഡിങ് കാണുന്നുള്ളത്. കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണമെന്ന് ചിന്തിക്കുന്ന ആ ടൈമിൽ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ എന്താ പറയുക, ഞാൻ എപ്പോഴും ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ എപ്പോഴും ചെന്നാലും ആൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ടൈമിൽ ഞാൻ ചിന്തിച്ചതുപോലെ അല്ലെങ്കിലോ, കാരണം ഈ ടൈമിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നത് പോലെ ആവണം എന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആവണം എന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ പാർട്ണർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ, എന്നെ വീണ്ടും എന്നെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യിക്കുമോ എന്നുള്ളതിനൊരു ക്ലാരിറ്റി എനിക്കില്ലല്ലോ എന്നുള്ളൊരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി പോകും. ലൈക്ക് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ഈ റിലേഷനിൽ ഈക്വൽ ഗിവൻ്റേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ലൈക്ക് ഇനി ഈ റിലേഷനിൽ ഈക്വൽ ഗിവൻ്റേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ ഈ റിലേഷനിൽ എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. സോ
ഇവരറിഞ്ഞോ അറിയാതെയോ നിങ്ങളുമായിട്ടുള്ള ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ എന്തെങ്കിലും ലീഗൽ കേസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ ആ ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറിലേക്ക് ആ ജസ്റ്റിസ് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ഫേവറിലായിരിക്കും കോർട്ടിൽ വിധി വരുന്നുണ്ടാവുക കേട്ടോ. എനിക്കറിയില്ല ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്, ആർക്കാണ് ഈ ഒരു മെസ്സേജിൻ്റെ ആവശ്യം എന്ന് എനിക്കറിയില്ല. ആർക്കാണെങ്കിലും നിങ്ങളുടെ ഫേവറിലായിരിക്കും 90% വിധി വരുന്നത്. നിങ്ങൾക്ക് ഫേവറായിരിക്കും നിയമങ്ങൾ നിൽക്കുന്നുണ്ടാവുക. എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫൈനാൻസിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പൈസ തരാതെ ആരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾക്ക് പണമിടപാടുകളൊക്കെ നടന്നിട്ടുള്ളത്. ആൾ തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരിക്കലും ആ ക്യാഷ് തിരിച്ച് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രസൻ്റ്ലി ആൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം ഫൈനാൻഷ്യൽ ക്രൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈസ റിട്ടേൺ വേണം. അതാണ് നിങ്ങളുടെ ആവശ്യം. എനിക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാഷ് നീ യൂസ് ചെയ്യേണ്ട, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. എനിക്കതാണ് ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. കാരണം ഇവരും ഭയങ്കരമായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഉള്ള വേയിൽ നിങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് പിടിച്ച് തന്നെ ഇരിക്കുന്നുള്ളത്. പക്ഷേ എങ്കിൽ എന്നിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല. മനസ്സിലായി? അവർ എനർജീസ് സ്റ്റക്കാക്കി വെച്ചേക്കാണ് റിലേഷനെ. ശരിക്കും ഇവരുടെ ആ ഒരു സ്റ്റക്കാക്കി വെച്ചിരിക്കുന്ന ആ ഒരു എനർജീസാണ് നിങ്ങളുടെ റിലേഷനിൽ ഇത്രയധികം ഓബ്സ്റ്റിക്കിൾസും ചാലഞ്ചസും ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഈഗോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലേഷൻഷിപ്പ് നോക്കണ്ട കേട്ടോ. അതങ്ങനെയാണ്. ഒരാൾക്ക് ഈഗോ ഇല്ലെങ്കിൽ വേറൊരാൾക്ക് ഉറപ്പായിട്ട് ഈഗോ ഉണ്ടായിരിക്കും. പക്ഷേ ശരിക്കും ഉള്ളൊരു കാര്യമാണത്. ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നുണ്ടാവും. ഏരീസ് എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. ഗൈഡൻസ് ചെക്ക് ചെയ്തപ്പോൾ ഷിഫ്റ്റ് ആവുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. സോ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ നല്ല വ്യക്തിയാണോ, ലൈക്ക് നിങ്ങൾ ലുക്കില്ല, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇറ്റ്സെൽഫ് നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ആവശ്യമൊന്നുമില്ല. യു ആർ ഗുഡ് ഇനഫ്. ഓക്കെ. സാജിറ്റേറിയസ് എനർജീസ് ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. ഫുൾ മൂൺ ഇൻ സജിറ്റേറിയസ്. സറണ്ടർ ടു ദ ഡിവൈൻ. ഡിവൈനിൽ സറണ്ടർ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തൊക്കെയോ വലിയ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട് റിലേഷന് വേണ്ടിയിട്ട്. എന്ത് കാര്യമാണെങ്കിലും അത് പേ ഓഫ് ചെയ്യും. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ, റിലേഷന് വേണ്ടി എത്ര എഫോർട്ട് എടുത്തിട്ടുണ്ടോ ആ എഫോർട്ടിനൊക്കെ നിങ്ങൾക്ക് ഫലം വരും കേട്ടോ. എനിക്കതാണ് ഇവിടെ എനിക്കറിയില്ല ആരൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും വർക്കൗട്ട് ആവുന്നുണ്ട് കേട്ടോ. വറീഡൊന്നും ആവണ്ട. നിങ്ങളുടെ ഫേവറിൽ റിലേഷൻ വരുന്നുണ്ടാവും അധികം വൈകാതെ. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്കും വളരെ മോശമായിട്ടുള്ള രീതി. മാനിഫെസ്റ്റേഷന് സൈഡ് എഫക്ട്സ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ മാനിഫെസ്റ്റേഷൻസും സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു കർമ്മം ക്രിയേറ്റ് ചെയ്യല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും പോലും ഇപ്പോൾ ഒരാൾക്ക് കോൾ ചെയ്യാൻ താല്പര്യമില്ല, എന്നിട്ട് നമ്മളവരെ കൊണ്ട് നിർബന്ധിച്ച് കോൾ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ ഒരു കർമ്മ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. മനസ്സിലായി? തോന്നാത്തൊരു കാര്യം തോന്നിപ്പിക്കുമ്പോഴേക്കും അത് കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ എല്ലാം കർമ്മയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ ഏതാണോ അതിൻ്റെ ഹൈലി പ്രൊട്ടക്ഷൻ ഉണ്ട്. അവരുടെ ഒരു ഹൈ എനർജീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്കതാ ഇവിടെ കാണാം. ഡസൻ മാറ്റർ. മേ ബി നിങ്ങൾ ബാബാസിനെയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്ന ആളുകളായിരിക്കും. ലൈക്ക് ഗുരുക്കളൊക്കെ ഇല്ലേ, സായിബാബ, അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും, അങ്ങനെയുള്ള ഒരു എനർജീസിനെ നിങ്ങൾ പ്രെയർ ചെയ്യുന്ന ആളുകളാവാം. ടോട്ടാലിറ്റി. നിങ്ങൾ ക്ഷമയിൽ വെയിറ്റ് ചെയ്യുകയാണ്. പേഷ്യൻസ്. ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പേഷ്യൻസ് ഒത്തിരി അധികം ഉണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഹാൻഡ് ഈ ഒരു വ്യക്തി വീണ്ടും ഹോൾഡ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടി നിങ്ങൾ എത്ര വേണേലും ക്ഷമിക്കാനായിട്ട് ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷെ വരുമ്പം പ്രോപ്പറായിട്ടുള്ള വെയിൽ വരണം. അതർവൈസ് നോട്ട്. പ്ലേഫുൾനെസ് എന്നുള്ളൊരു എനർജിയിൽ വരാതിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വരുമ്പോൾ സ്റ്റെബിലിറ്റിയോട് കൂടി വരണം, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത്. എന്താണേലും നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ്. ഇപ്പോൾ സം ഓഫ് യു എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്.
വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ, വെയിറ്റിംഗ് എനർജീസിലാണ്. മേ ബി നിങ്ങളുടെ ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരിക്കാം. ഇത് കറണ്ട് സിറ്റുവേഷനാണ്, ഇപ്പോൾ പറഞ്ഞ റിലേഷൻഷിപ്പ് എനർജി അല്ല കേട്ടോ. നമ്മളങ്ങനെ ഇടയ്ക്ക് സ്പെസിഫിക് മെസ്സേജസ് പറയാറുണ്ടല്ലോ അങ്ങനെ. സോ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു വഴി മനസ്സിലാവുന്നില്ല. ശരിക്കും ഇത്തവണ ഇവരുടെ ഭാഗത്തായിരിക്കും നല്ല രീതിക്ക്, ഇത്തവണ നല്ല എപ്പോഴും ഇവരുടെ ഭാഗത്ത് തന്നെയായിരിക്കും മിസ്റ്റേക്സ്. നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്നുണ്ടാകും, പക്ഷെ ഇത്തവണ ഫോർഗീവ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ മിസ്റ്റേക്സുകളാണ് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയത്തില്ല ഏത് വഴി ഉപയോഗിച്ച് നിങ്ങളിലേക്ക് എത്തും, എങ്ങനെ വീണ്ടും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. അങ്ങനെ ആ ഒരു എനർജിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ. സെയിം എനർജീസാണ് നമുക്ക് എല്ലാ കാർഡ്സിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.